കൂട്ടുകാരെ, ഞാൻ അപ്പുറത്തെ വീട്ടിൽ മാഷ വീട്ടിൽ പോകുമ്പോൾ ടീച്ചർ എനിക്കൊരു കഷ്ണം ചേന തന്ന്. അതിൽ നമുക്കൊരു അച്ചാറുണ്ടാക്കാം. ഞാൻ കോഴിക്കോട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവരെനിക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ ഈ അച്ചാർ വെച്ച് തന്ന്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എരിവും പുളിയും മധുരവും ഒക്കെ പാടെ. അപ്പം ഞാൻ അവരോട് ചോദിച്ചത് എന്ത് അച്ചാറാണെന്ന് ചോദിച്ചപ്പോൾ ചേന അച്ചാറാണ് പറഞ്ഞ്. ആ ടേസ്റ്റ് വെച്ച് ഞാൻ ഈ അച്ചാർ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം. എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. ഞാൻ അതിനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/4 കിലോ അളവ് ചേനയാണ് എടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു 250 ഗ്രാം ഉണ്ടാവും. അത് നമുക്ക് ചെറുതായിട്ട് കനം കുറച്ചിട്ട് അരിയാം. നമുക്കിത് നല്ല കനം കുറച്ച് മുറിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, ഇതേപോലെ നല്ല നൈസായിട്ടാണ് മുറിച്ചിക്കണത്. ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതേപോലെ നമുക്ക് ചെറിയ കഷ്ണമാക്കി കനം കുറച്ചിട്ട് മുറിച്ചെടുക്കാം. ഇതേപോലെ എല്ലാതും മുറിച്ചെടുക്കുക. ഇത് നമുക്ക് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് കൊടുക്കാം. അങ്ങനെ അരിഞ്ഞു കഴിഞ്ഞ് ഇത് നമുക്കിനി 2-3 വട്ടം നന്നായിട്ട് കഴുകിയെടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാം. ഇതൊരു കറ ഉണ്ട് ഇതിൽ, അത് പോവാൻ വേണ്ടിയിട്ടാണ് കഴുകണത്. ഈ കറ ശരിക്ക് പോകണമെങ്കിൽ ഒരു 3-4 വട്ടം കഴുകിയെടുക്കേണ്ടി വരും കേട്ടോ. ഇത് കണ്ടില്ലേ വെള്ളത്തിൻ്റെ കളറ്. അങ്ങനെ അരിയലും കഴുകലൊക്കെ കഴിഞ്ഞ് ഇത് കഴുകുമ്പോൾ 2-3 വട്ടം ഒലുമ്പി കഴുകിയെടുക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, കൈ ചൊറിയണവരുണ്ടാവും ചേനപ്പെട്ട. ആ ചൊറിയാതിരിക്കണമെങ്കിൽ ഒന്ന് കയ്യിൽ ഗ്ലൗസ് ഇട്ട് ഉപയോഗിക്കുക, അതില്ലെങ്കിൽ കയ്യിലെ വെളിച്ചെണ്ണ പുരട്ടുക, അപ്പം ചൊറിയില്ല. ഇനി നമുക്ക് അച്ചാർ സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞ് ഞാനൊരു 50 ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇളക്കി കൊടുക്കാം. അതേപോലെ വെളുത്തുള്ളി, ചെറിയ 2 കുടം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും ഇതിലിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് അച്ചാറുണ്ടാക്കാൻ ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാൽ കുറേ ദിവസം എടുത്ത് വെക്കാൻ പറ്റും. പിന്നെ കുറച്ച് ഒരാഴ്ചയൊക്കെയാണ് എടുത്ത് വെക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും മതി. അച്ചാറിന് നല്ലെണ്ണയാണ് ഉത്തമം. ഇനി നമുക്ക് അതിൻ്റെ കൂടെ 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂക്കട്ടെ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും. ഇപ്പം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കിതിന് ഇറക്കി വെക്കാം. സാധാ അടുപ്പത്തുണ്ടാക്കണവർ മസാലപ്പൊടി ഇട്ട് കൊടുക്കാൻ ഇറക്കി വെച്ച് ഇട്ട് കൊടുക്കണം. ഗ്യാസിന് വെക്കണവർക്ക് നല്ല ചെറിയ തീയിൽ വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ മസാലകളൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇറക്കി വെച്ചിടണം പറഞ്ഞത്. ഇനി നമുക്കിതിൽ മസാല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂണ് സാദാ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്.
എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുറയ്ക്കും കൂട്ടുമൊക്കെ ചെയ്യാം. ഞാനൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്തെടുത്ത് വെക്കാം. ഇനി ചെറിയ തീയിലൊന്ന് കത്തിച്ചു കൊടുക്കാം. മസാലയുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ. ഇനിയിപ്പോൾ കാശ്മീർ മുളക് പൊടി ഇല്ലാത്തവർ സാധാ മുളക് പൊടി ഇട്ടാലും മതിയാ. ഇതൊരു ചെറിയ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടി ഇടുന്നത്. ഇപ്പം മസാലയുള്ള പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതിൽ 1 കപ്പ് സുർക്ക ഒഴിക്കാം. സുർക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരിയാണ് കേട്ടോ. ഇതിപ്പോൾ ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഉപ്പിൻ്റെ കൂടെ ഒരു 3 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അത് എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടി നന്നായിട്ട് തിളക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ച ചേന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഒരു മിനിറ്റ് തിളപ്പിക്കാം. ഇതിലിട്ടിരിക്കുന്നത് പച്ച ചേനയാണ്. 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ചൊറിയില്ലേന്ന്. ഇത് ചൊറിയത്തൊന്നുമില്ല. നമ്മൾ ഉടനെ ഉപയോഗിക്കില്ല. ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് മാങ്ങ തിന്നതുപോലെ ഉണ്ടാവും. അത് ചൊറിയൊന്നുമില്ല, നല്ല ടേസ്റ്റായിരിക്കും. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇറക്കി വെക്കാം. ഈ അച്ചാറിട്ട് നല്ല ചൂടാറിയിട്ട് കുപ്പിയിൽ ഭരണിയിലെടുത്ത് വെക്കുക. അത് 3 ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കുക. ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ. പിന്നെ വെറുതെ പറക്കി തിന്നാം. മാങ്ങ തിന്നതുപോലെ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ചേന അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് അരിയുന്ന ടൈം മാത്രമേ പിടിക്കുള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.